ശ്രീജിത്ത് സാർ നമസ്കാരം. പ്രയാഗ്രാജിൽ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങ് കുംഭമേളയിൽ പങ്കെടുത്ത ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. വളരെ മനോഹരമായി തോന്നി. അങ്ങ് കുംഭമേളയിൽ പോയപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്, എന്തൊക്കെയാണ് അനുഭവങ്ങൾ? കാരണം പോവാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് അങ്ങയുടെ വാക്കുകളിൽ കൂടി തന്നെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി മനോഹരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായിരുന്നു അനുഭവം? നമസ്കാരം പാർത്ഥൻ. വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവം. മുമ്പ് കുംഭമേളയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇത്തവണ വന്നിരിക്കുന്നത് മഹാകുംഭമാണ്. അപ്പോൾ 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങാണ്. മുമ്പ് ഒരുപക്ഷെ നമ്മളിതിനെപ്പറ്റി മാധ്യമങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പത്രത്തിലൊക്കെ വായിക്കുന്ന സമയത്ത് മറ്റെവിടെയോ നടക്കുന്ന നമ്മുടേതല്ലാത്ത എന്തോ ഒരു ആഘോഷം എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. കുംഭമേള എന്നുള്ള പേര് നമുക്ക് എല്ലാവർക്കും തന്നെ പരിചിതവുമായിരുന്നല്ലോ. പക്ഷേ ആ സമയത്തൊന്നും തന്നെ നമുക്ക് കൂടി പോകാം എന്ന രീതിയിലത്തേക്ക് ഒരു ചിന്ത പോലും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് കുംഭമേളയിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപക്ഷെ വളരെ കുറവായിരുന്നു. എന്തെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ കണക്ഷനോ അവിടെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് കൂടുതലായിട്ടും അതിൻ്റെ ഒരു ഐതിഹ്യത്തിനെ പറ്റി അറിയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഒരുപക്ഷെ കൂടുതൽ അതിൽ പങ്കെടുത്തിട്ടുള്ളത്. അല്ലാത്ത ആൾക്കാരൊക്കെ തന്നെ വളരെ കുറവായിരിക്കും. പക്ഷേ ഇത്തവണ നമ്മൾ പറയില്ല, ഈ കുംഭമേള എന്നുള്ള ഒരു വാക്കിനെ ചുറ്റിപ്പറ്റി ഒരു ബസ്സുണ്ട്. അപ്പോൾ ആ ഒരു ബസ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ ഇത്തവണ പോകുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോകുന്നില്ലേ എന്നൊക്കെ വിളിച്ച് അന്വേഷിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കുംഭമേള ഇത്തവണത്തേത് ഒരു സംഭവമാണ് എന്ന രീതിയിലത്തേക്കും അതിൽ പങ്കെടുക്കേണ്ടതാണ് എന്ന രീതിയിലത്തേക്കുമുള്ള ഒരു തോന്നൽ നമ്മളിൽ പല ആൾക്കാർക്കും ഉണ്ടാകുന്നതിന് ഈ ഒരു ബസ് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് കുംഭമേള പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. നമുക്കറിയാമല്ലോ, നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരിക്കുന്ന ടിക്കറ്റാണ്. പക്ഷേ വളരെ ഹൈ റേറ്റ് ആണ് ഈ എയർലൈൻ ടിക്കറ്റ്സിനെല്ലാം. അപ്പോൾ എങ്കിലും നമ്മളത് ബുക്ക് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോകുന്നു. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക്, പിന്നെ മുംബൈ ടു പ്രയാഗ്രാജ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്നത് വളരെ ഷോർട്ട് ട്രിപ്പാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ജോലിയുടേതായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പരിമിതമായിട്ടുള്ള ദിവസത്തേക്ക് ലീവ് എടുത്തതിന് ശേഷം പോകാം എന്ന് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തുന്നു. കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്കും പിന്നെ അവിടെ നിന്ന് പ്രയാഗ്രാജിലേക്കും പോകുന്നു. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ട്രാഫിക്കാണ്. കാരണം ഇത്രയും വലിയ ആൾക്കാർ, ഇത്രയും കൂടുതൽ ആൾക്കാർ അവിടേക്ക് വരും എന്ന രീതിയിലത്തേക്ക് ഒരു പക്ഷേ അവർക്ക് തന്നെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുംഭമേളയെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും അറിയുന്നുണ്ടെങ്കിലും കുംഭമേളയിൽ ഇത്തവണ പങ്കെടുക്കണം എന്ന താല്പര്യം കൂടുതലായിട്ട് മലയാളികൾക്കുണ്ടായത് ഈ ഒരു തവണയാണ് എങ്കിൽ മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭൂതപൂർവമായിട്ടുള്ള ഒരു ജനത്തിരക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ മാർഗ്ഗങ്ങളെയും എക്സോസ്റ്റ് ചെയ്യുന്ന രീതിയിലത്തേക്ക് അവിടെ ആൾക്കാർ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ പുതുതായിട്ടുള്ള എയർപോർട്ടുകളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അയോധ്യ, വാരണാസി, പ്രയാഗ്രാജ് ഒക്കെ തന്നെ എയർപോർട്ടുകളുണ്ട്. പിന്നെ അത് കൂടാതെ ട്രെയിൻ പുതിയ സ്റ്റേഷനുകൾ വരെ, പുതിയ ടെർമിനൽ വരെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്കറിയാം ഈ മറ്റ് ട്രാൻസ്പോർട്ടേഷൻ മാർഗ്ഗങ്ങൾ, അതായത് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കൂടുതലായതുകൊണ്ട് എന്നാൽ പിന്നെ കാറിൽ പോകുന്നത് ലാഭമാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സപ്പോസ് പോയിട്ട് വരുന്നതിന് ചുരുങ്ങിയതൊരു 50,000 രൂപ ഒരാൾക്ക് ചിലവാകുമെങ്കിൽ 4 പേരുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് പോകുന്നതെങ്കിൽ 2 ലക്ഷം രൂപയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കും. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ പോലും സ്വന്തമായി മറ്റ് മാർഗ്ഗങ്ങളൊക്കെ അന്വേഷിച്ച് അവിടെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ പല മാർഗ്ഗങ്ങളിലായിട്ട് ആൾക്കാർ അവിടെ എത്തുന്നത് കൊണ്ടും അവിടെയുള്ള റോഡുകൾക്ക് ഇതിനെ താങ്ങാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടും കാര്യമായ തിരക്ക് പല സമയങ്ങളിൽ അവിടെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം, ഞങ്ങളവിടെ പ്രയാഗ്രാജിൽ എത്തിച്ചേരുന്നത് ഒരു ദിവസം ഫ്ലൈറ്റ് ഇത്തിരി ഡിലേഡ് ആയിരുന്നു. പക്ഷേ ഏതാണ്ട് രാത്രി സമയത്തിനടുത്താണ്, സന്ധ്യ കഴിഞ്ഞ സമയത്തിനാണ് എത്തുന്നത്. ഞങ്ങളവിടെ നിന്ന് ഞങ്ങൾക്കൊരു ടാക്സി കിട്ടുന്നു. ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയാം, 1 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. സാധാരണഗതിയിൽ അവിടെ സംഭവിക്കുക, റോഡിൽ പല സ്ഥലങ്ങളിലും പോലീസ് നിയന്ത്രണം കൊണ്ടുവരും, ബാരിക്കേഡുകൾ വെച്ചിട്ട് റോഡ് അടയ്ക്കും, ട്രാഫിക് റീറൂട്ട് ചെയ്യും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും ട്രാഫിക് സ്റ്റക്കായി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞങ്ങളോട് ഈ ഡ്രൈവർ തന്നെ പറഞ്ഞു, ഒരു പക്ഷേ കുറച്ച് ദൂരം പോയതിന് ശേഷം അവിടെ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് മറ്റു മാർഗ്ഗങ്ങൾ നോക്കേണ്ടി വരും. മറ്റു മാർഗ്ഗം എന്ന് പറയുന്നത് കൂടുതലും മോട്ടോർ ബൈക്കുകളാണ്. മോട്ടോർ ബൈക്കിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകാനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വെറുതെ ഈ ഗൂഗിൾ മാപ്സിൽ നോക്കുന്ന സമയത്ത് വലിയ ട്രാഫിക് ഒന്നും കാണുന്നില്ല. 1 മണിക്കൂർ 40 മിനിറ്റിൽ 15 കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം. പക്ഷേ എങ്കിലും ഈ ഒരു സമയത്തിനുള്ളിൽ അവിടെ എത്തും എന്ന രീതിയിലത്തേക്കൊരു സംഭവം കാണുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ശരി പോയേക്കാം എന്ന് കരുതുന്നു. അങ്ങനെ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഒരു സ്ഥലത്ത് പോലും ബാരിക്കേഡ് വെച്ചിട്ട് റോഡ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ താമസിക്കുന്ന ടെൻറ്റിൻ്റെ നേരെ മുന്നിൽ തന്നെ അവിടെ എത്തി. അപ്പോൾ 1 മണിക്കൂർ 40 മിനിറ്റ് എന്നുള്ളത് അവിടെ ആരോട് അന്വേഷിച്ച് കഴിഞ്ഞാലും വളരെ പരിമിതമായിട്ടുള്ള സമയമാണ്
എന്നറിയാം. അങ്ങനെ റെക്കോർഡ് വേഗത്തിൽ ഞങ്ങൾ അവിടെ എത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ ആ ഒരു ദിവസം ഏകദേശം തീർന്നല്ലോ, തിങ്കളാഴ്ച ദിവസമാണ്, ഏകദേശം തീർന്നു. ഞങ്ങൾ താമസിച്ച ഇവിടെ സെക്ടർ 24 മോഹൻജി വില്ലേജിലാണ് താമസിച്ചത്. അദ്ദേഹം ഒരു ഒരു സ്പിരിച്വൽ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് മോഹൻജി. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ നിന്ന് നല്ല ഭക്ഷണമാണ് കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് പറയേണ്ടതാണ്, കാരണം വീഗൻ ഫുഡാണ് അവിടെ കിട്ടുന്നത്, നല്ല ഭക്ഷണമാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടേതായിട്ടുള്ള ഒരു ടെൻറ്റ്, അത് കുറച്ച് ലക്ഷറീസ് ആയിട്ട് അവർ പ്രിപ്പയർ ചെയ്തിരുന്ന ഒരു ടെൻറ്റാണ്. അപ്പോൾ അവിടെ കഴിയുന്നു. ഹോട്ട് വാട്ടർ ഉൾപ്പെടെ കിട്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഞങ്ങളവിടെ കിടന്ന് ഉറങ്ങുന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളവിടെ പിന്നെ മോഹൻജിയോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രാവിലെ തന്നെ നമ്മളവിടെ സ്നാനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സ്നാനത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ പ്രധാനപ്പെട്ട സംഘം സ്ഥലത്തേക്ക് പോകുന്നതിന് ആണെങ്കിൽ കുറേയധികം സമയം, ഈ ട്രാഫിക്കിൻ്റെ പ്രശ്നവും എല്ലാം ഉണ്ട്. അങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഒരുപക്ഷെ ഞങ്ങളുടെ ഈവനിങ് ഫ്ലൈറ്റ് മിസ്സാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് തന്നെ ഇതേപോലെ ഈ ഗംഗ ഇങ്ങനെ ഈ സംഘം കഴിഞ്ഞതിന് ശേഷം ഈ 3 നദികളും ചേർന്ന് വരുന്ന ഡൗൺ സ്ട്രീം ആ ഭാഗത്താണ്. അപ്പോൾ അവിടെയും ഇതേപോലെ നമുക്ക് പോയി സ്നാനം ചെയ്യാം. ഈ സംഘം സ്നാനം തന്നെയാണ് അവിടെയും. ഞങ്ങൾ അവിടേക്ക് പോകുന്നു. അവിടെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഈ മോഹൻജി വില്ലേജിൽ നിന്നുള്ള ഒരു വോളണ്ടിയർ ഞങ്ങളുടെ ഒപ്പമുണ്ട്. അവിടെ നമ്മൾ വരുമ്പോൾ നമ്മൾ ഈ പലപ്പോഴും ചിത്രങ്ങളിൽ കാണുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഗംഗയല്ല നമ്മളവിടെ കാണുന്നത്. അവിടെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഫ്രീ ഫ്ലോയിങ് വാട്ടർ ഉള്ള, അതും നമുക്ക് അരയ്ക്ക് മുകളിലൊക്കെ വെള്ളം കിട്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്ഥലം. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ അവിടെ പോകുന്നു. പിന്നെ ഇതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് നമ്മളവിടെ സ്നാനം ചെയ്യുന്നു. അതിനുശേഷം നമ്മളവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അവിടെ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ അറിയാം. വളരെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അധികം അങ്ങനെ നമ്മൾ ഈ ഗംഗയുമായി നോർമലി പറയുന്നത് പൊല്യൂഷനാണ്. അപ്പോൾ അങ്ങനെ പൊല്യൂട്ടഡ് ഒന്നും അല്ലാത്ത രീതിയിലത്തേക്കുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള വെള്ളം. അപ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ച് അവിടെ ചെല്ലുന്നു. പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് ശ്രമകരമാണ്. പക്ഷേ ഞങ്ങൾ അവിടെ വന്നതിന് ശേഷം അവിടെ അന്നദാനമുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നു. പിന്നീട് കുറേ സമയം മോഹൻജിയോടൊപ്പം അവിടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയമുണ്ട്. വൈകിട്ട് 6 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ആ ഫ്ലൈറ്റിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ശ്രമകരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രാഫിക്കാണ്, വളരെ പീക്ക് അവസ്ഥയിൽ എത്തുന്നതാണ്. അതുകൊണ്ട് അവർ തന്നെ നമ്മളോട് റെക്കമെൻഡ് ചെയ്തത് ബൈക്കിൽ പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. 2 ബൈക്ക് അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ 2 ബൈക്കിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലത്തേക്കുള്ള ഒരു അനുഭവം. കാരണം നമ്മൾ ഈ പഴയ ചില ജെയിംസ് ബോണ്ട് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ നമ്മൾ ഈ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഉള്ള ചില രാജ്യങ്ങളിലൊക്കെ ഈ വീടുകളുടെ ഇടയിൽ വളരെ തിങ്ങിയ നാരോ റോഡിൽ കൂടിയൊക്കെ ബൈക്ക് അഭ്യാസമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ വണ്ടറടിച്ചിരുന്നിട്ടുണ്ട്. ലിറ്ററലി അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ്. പല പല ഗലികളിൽ കൂടി, അതിൽ തന്നെ ചില സ്ഥലത്തൊക്കെ ഒരു ആള് അയയിലേക്ക് തുണിയൊക്കെ വിരിക്കാൻ നിൽക്കുന്ന സമയത്ത് അതിനെ മാടിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വഴി കണ്ടു കഴിഞ്ഞാൽ അതിലേക്കൂടെ ഒരു ബൈക്ക് പോകുമോ എന്ന് സംശയം തോന്നും. പക്ഷെ അവിടെ വലിയ കായിക അഭ്യാസികളായിട്ടുള്ള വലിയ 2 ആൾക്കാർ, വലിയ 2 ബൈക്ക് അഭ്യാസികളെ നമുക്ക് കിട്ടുന്നു. അവർ തിരിച്ച് നമ്മളെ അവിടെ ഈ ബ്ലോക്കെല്ലാം മാറ്റി അവിടെ കൊണ്ടെത്തിക്കുന്നു. എൻ്റെ ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ഞങ്ങൾക്ക് എടുത്തത് 1 മണിക്കൂർ 40 മിനിറ്റാണ്. അതിൽ ഇങ്ങോട്ട് വന്നത് കാറായിരുന്നുവെങ്കിൽ തിരിച്ച് അങ്ങോട്ട് ഞങ്ങൾ കാറിലായിരുന്നു പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് മിസ്സാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായില്ല. പക്ഷേ ഞങ്ങളവിടെ ഉദ്ദേശിച്ച സമയത്തിനേക്കാൾ 20 മിനിറ്റ് മുമ്പ് ബൈക്കിൽ അവിടെ എത്തി. വളരെ ഗംഭീര കക്ഷികൾ, വളരെ നല്ല കോഡിയലായിട്ടുള്ള കോൺവെർസേഷൻസ്, അങ്ങനെയൊക്കെ ആയിട്ട് സാഹസികമായിട്ടുള്ള ഒരു ബൈക്ക് ജേണിയിൽ അവിടെ എത്തുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ മടങ്ങുകയും ചെയ്തു. അവിടെ ചില സോവനീർ ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം പോരുകയും ചെയ്തു. അപ്പോൾ അനുഭവം മൊത്തത്തിൽ മറക്കാനാവാത്ത ഒന്നാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഗംഗയിൽ സ്പർശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗംഗയിലൊരു സ്നാനം, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് ഒക്കെ തന്നെ ചെയ്യുക. പിന്നെ ഇതിലേറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ നമ്മുടേതായിട്ടുള്ള പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന, ഇതെല്ലാം തന്നെ നമ്മുടേതാണ് എന്നൊക്കെ ഒരുപക്ഷെ അഹങ്കരിക്കുന്ന ആൾക്കാരുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഭാരതീയമായ ഈ ഒരു കൾച്ചറിനെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ പലപ്പോഴും രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ ഉള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പല ആൾക്കാരും ഈ ചടങ്ങുകളെയൊക്കെ തന്നെ നിന്ദിക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മോഹൻജി വില്ലേജിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ അവിടെ നിന്നൊരു വോളണ്ടിയറാണ് ഞങ്ങളെ ഈ സ്നാനത്തിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് കൂടെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ക്രിസ്റ്റഫർ ഗ്രീൻവുഡ് എന്നാണ്, ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹമാണ് ഞങ്ങളെ അവിടെ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയതിന് ശേഷം അവിടെ ചെന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് സ്നാനം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ ധാരണയുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു തരികയാണ്, അതായത് നമ്മുടെ ധർമ്മം അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരികയാണ്. നമ്മൾ ആദ്യം എങ്ങനെയാണ് വെള്ളം എടുക്കേണ്ടത്, എങ്ങനെയാണ് സ്വന്തം ദേഹത്തേക്ക് ആ വെള്ളം ഒഴിക്കേണ്ടത്, ആ ഓരോ തവണ ചെയ്യുന്ന സമയത്ത് 3 തവണ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് പ്രാർത്ഥിക്കണം, രണ്ടാമത് എന്ത് പ്രാർത്ഥിക്കണം,
മൂന്നാമത് എന്ത് പ്രാർത്ഥിക്കണം, പിന്നീട് 5 പ്രാവശ്യം നമ്മളവിടെ മുങ്ങുമ്പോൾ അതിൽ ഒന്നാമത്തെ തവണ നമ്മൾ ആർക്ക് വേണ്ടിയാണ് മുങ്ങുന്നത്, രണ്ടാമത് ആർക്ക്, മൂന്നാമത് ആർക്ക്, നാലാമത് ആർക്ക്, അഞ്ചാമത് ആർക്ക്, പിന്നെ വെള്ളം കയ്യിലെടുത്തതിന് ശേഷം സൂര്യനെ കാണുക അതിൽ കൂടി, അതെത്ര തവണ, അതിൻ്റെ ഓരോന്നിൻ്റെയും പിന്നിലുള്ള തത്വം എന്താണ്, അതിൻ്റെ ധാരണ എന്തായിരിക്കണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ടുള്ള ഒരു സ്റ്റഡി ക്ലാസ് തന്നതിന് ശേഷം ഞങ്ങളെ അങ്ങോട്ട് വിടുന്ന ആൾ ഒരു ബ്രിട്ടീഷുകാരനാണ്. അപ്പോൾ ഇതിൻ്റെ രസകരമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ നമ്മുടെ ഈ ധർമ്മത്തിനെ കൂടുതലായിട്ട് ഇകഴ്ത്തുന്നതിന് വേണ്ടിയിട്ടും അതിനെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ശ്രമിക്കുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് വിദേശികളായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ഈ ധർമ്മത്തിൻ്റെ സൗന്ദര്യത്തിനെ കണ്ടുകൊണ്ട് ഇത് മറ്റൊരാൾക്കും ദോഷം ചെയ്യുന്നതല്ല എന്നുള്ള ഒരു ധാരണയിൽ ഇവിടെ വന്ന് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും മറ്റുള്ള ആൾക്കാരെ ഇതിനു വേണ്ടി അസിസ്റ്റ് ചെയ്യുന്നതിനും അങ്ങനെ വോളണ്ടിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ഈ സനാതന ധർമ്മം നിലനിന്ന് പോകുന്നത്. ഒരുപക്ഷെ നമ്മളിൽ കൂടെ മാത്രമാണെന്നില്ല, അത് കുറേയധികം ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കാൻ. അപ്പോൾ അവിടെ പോകാത്ത ആൾക്കാരോട് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഇത്തവണ കുംഭമേളയിൽ അവശേഷിക്കുന്നുള്ളൂ. ഏത് വിധേനയും നിങ്ങൾക്ക് അവിടെ പോയി അതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചാൽ അത് ഏറ്റവും മികച്ച ഒരു ജീവിതാനുഭവമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരു ചോദ്യം കൂടെ, അതായത് ഇതിൻ്റെ കൂടെ ചേർത്ത് ചോദിക്കേണ്ട ചോദ്യമല്ല എങ്കിലും ഈ ഒരു അവസരത്തിൽ അത് ചോദിക്കാതിരിക്കുന്നതും ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം മറുപടി പ്രതീക്ഷിക്കുന്നു. അതായത് അങ്ങ് കുംഭമേളയിൽ പോയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്കിനടിയിൽ വന്നിട്ട് നമ്മുടെ ഒരു പാരമ്പര്യത്തെ, ഹിന്ദുവിൻ്റെ ഒരു വിശ്വാസത്തെ ഒരു കാരണവുമില്ലാതെ വന്ന് ആക്രമിക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. കൃത്യമായ മറുപടി അങ്ങ് കൊടുക്കുകയും ഈ കമൻ്റ് ഇട്ടവനൊക്കെ ഇപ്പോഴും ബഹിരീകാശത്ത് കിടന്ന് കറങ്ങുന്ന ചില കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. ഒരു ഹിന്ദുവിൻ്റെ ഒരു വിശ്വാസത്തെ പോലും ഇങ്ങനെ വേട്ടയാടുന്ന ഒരു സ്ഥിതി എന്തിനാണ് ഈ കേരളത്തിൽ നിൽക്കുന്നത്? അതായത് RSSO BJP ഒന്നുമല്ല, എന്നിട്ടും ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ ആ ഒരു വിഷയത്തെപ്പറ്റി കൂടെ ഒരു 2 വാക്ക്. പാർത്ഥൻ, ഇതിലെ ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു ദുർഗതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഭാരതീയമായ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ എങ്ങനെയെങ്കിലും നിന്ദിക്കുക, അവഹേളിക്കുക എന്ന കാര്യങ്ങളിലാണ് ഇവരുടെയൊക്കെ ശ്രദ്ധ. അപ്പം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ആർക്കെന്ത് നഷ്ടം, അല്ലേ? ഞാൻ അവിടെ പോവുക എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോവുകയാണ്, എൻ്റെ സ്വന്തം താല്പര്യത്തിൽ ഞാൻ അവിടെ പോവുകയാണ്. അങ്ങനെ പോകുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ മതവിശ്വാസം, അത് അയാളുടെ ആരാധനാ സ്വാതന്ത്ര്യം, അത് വിശ്വാസ പ്രമാണങ്ങളിൽ പിന്തുടരാനുള്ള അദ്ദേഹത്തിൻ്റെ ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശം എന്ന് ചിന്തിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഇതിനോട് എതിർപ്പുള്ള ഒരാൾ പോലും ചെയ്യേണ്ടത്. അവിടെ അപരമത വിദ്വേഷം പറയുന്നതിന് വേണ്ടിയിട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിനെ ഇകഴ്ത്തുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല പോകുന്നത്. നമ്മുടേതായിട്ടുള്ള ഒരു ആചരണം അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അത് ഏതൊരാളും അമ്പലത്തിൽ പോകുന്നത് പോലെയോ മറ്റൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആരാധനാലയത്തിൽ പോകുന്നത് പോലെയോ ഒക്കെ ഉള്ള സമാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത് കാണുന്ന സമയത്ത് പണ്ടൊക്കെ ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്നായിരുന്നുവെങ്കിൽ ഇന്ന് പലരും അവരുടെ സ്വന്തം ജെനുവിനായിട്ടുള്ള ഐഡിയയിൽ നിന്ന് വന്നുകൊണ്ട് ഇതിനെയൊക്കെ തന്നെ മോശമായി പറയുക, അസഭ്യം പറയുക, അശ്ലീലം പറയുക എന്ന രീതിയിലത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ്? ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിന്ദു ഐഡൻറ്റിറ്റി ആൾക്കാർക്ക് ഉണ്ടാകുന്നു എന്നിടത്താണ്. അവിടെ RSSO BJP ഒന്നും അല്ല പ്രശ്നം. ഇവിടെ നമ്മുടേതായിട്ടുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യത്തിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇന്നും ആൾക്കാരുണ്ട് എന്നും അതൊരു പക്ഷേ മറ്റുള്ള ആൾക്കാരെയും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇവരുടെ ഉള്ളിലുള്ള ഒരു ആത്മനിന്ദയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ മോശമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിന്ദ, അങ്ങനെ മറ്റൊരാളെ ഇകഴ്ത്തുന്നത് വഴി ഈ ഒരു പ്രക്രിയയെ തന്നെ അവഹേളിക്കുന്നതിന് വേണ്ടിയൊക്കെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്രിസിൻ്റെ ഉദാഹരണം പറഞ്ഞത്. ക്രിസ്റ്റഫർ ഗ്രീൻവുഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെയൊക്കെ തന്നെ ഒബ്സർവ് ചെയ്ത് ഇതിലൊക്കെ താല്പര്യമുണ്ടായി ഇതിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വോളണ്ടിയറായി ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ അദ്ദേഹം കാണുന്ന ധർമ്മം എന്താണ്, അദ്ദേഹം ഈ പ്രവൃത്തിയെ, പ്രക്രിയകളെയൊക്കെ തന്നെ എങ്ങനെയാണ് കാണുന്നത് എന്നതും, നമ്മൾ ഇതിൻ്റെ എല്ലാം ഒറിജിനേറ്റർ എന്ന് പറയുന്നത് നമ്മളാണ്, നമ്മുടെ രാജ്യമാണ് എങ്കിൽ പോലും നമ്മൾ ഇതിനെ നിന്ദിക്കാനായിട്ട് ശ്രമിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പം ഉള്ളിൽ കിടക്കുന്ന ഈ പൊളിച്ചു തികട്ടൽ അല്ലെങ്കിൽ ആ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ അതിങ്ങനെ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ സമൂഹത്തിനെ മലീമസമാക്കുകയാണ്. ഇവരൊക്കെ പറയുന്നത് എന്താണ്, അവിടെയൊക്കെ എല്ലാം മലിനമാണ്, അതാണ് ഇതാണ്. ഞാൻ പോയ സ്ഥലത്തൊന്നും അങ്ങനെയില്ല. ഞാനവിടെ ടെൻറ്റിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഈ സർക്കാർ, അതും കൂടി ഒന്ന് പറയണമല്ലോ, അവിടെയുള്ള UP സർക്കാർ ഇവർക്ക് നൽകിയിരിക്കുന്നത് ആ സ്ഥലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ വെള്ളം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ കറണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം വേണ്ടത് പേയ്മെൻറ്റ് ഇവർ ചെയ്യുക, പക്ഷേ ഇതിനെ വെച്ച് ഡെവലപ്പ് ചെയ്യാം. എല്ലാ ദിവസവും വളരെ കൃത്യമായിട്ട് അവിടെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി അവർ ഒരു മുടക്കവും ഇല്ലാതെ അവരവിടെ എത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സ്ഥലത്ത്, ആ ബാങ്ക്സിലൊക്കെ ഞാൻ നടന്നിരുന്ന സമയത്ത്, സെക്ടർ 24 ആണ്, അവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളോ അഴുക്കുകളോ കൂമ്പാരങ്ങളോ ഒന്നുമില്ല. തന്നെയുമല്ല, ഒരു പ്രദേശത്ത്
വളരെ വലിയ ടവർ കണക്കിനുള്ള രൂപങ്ങൾ ഈ തടിയൊക്കെ വളച്ചവിടെ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ആരെങ്കിലും നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് തന്നെ വലിയൊരു കുപ്പിയുടെ ഷേപ്പിൽ ഇരിക്കുകയാണ്. അതിനകത്ത് നിറയെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. ആ രീതിയിലത്തേക്ക് മാലിന്യ സംസ്കരണത്തിനൊക്കെ തന്നെ അങ്ങേയറ്റം ശ്രദ്ധ കൊടുക്കുന്ന നിരവധി ആൾക്കാർ അവിടെയുണ്ട്. അപ്പം നമ്മുടേതിനെ അനുഭവിക്കുന്നതിനും അതിൽ അഭിമാനം ഉണ്ടാകുന്നതിനുമൊക്കെയുള്ള താല്പര്യത്തിനപ്പുറത്തേക്ക് ഇതെല്ലാം തന്നെ എന്തോ വലിയ മാലിന്യമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന മലിന മനസ്സുകളുടെ ഉടമയായിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലാണ്, വിദേശികളിലല്ല. കാരണം അവിടെ വരുന്ന ആൾക്കാർക്ക് ജാതിയോ മതമോ അവരുടെ ഭാഷയോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രത്യേകതകളുമുള്ളതല്ല, ഒരു വ്യത്യാസവുമില്ല. ഇനി പോട്ടെ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലുള്ള ഈ 28+8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും എല്ലാം ചേർന്ന് വിവിധ ഭാഷകളിലുള്ള, വിവിധ ആഹാര രീതികളിലുള്ള, വിവിധ വസ്ത്രധാരണം പിന്തുടരുന്ന, വിവിധ ധർമ്മങ്ങൾ പിന്തുടരുന്ന എത്രയോ ആൾക്കാർ, സമൂഹത്തിലെ സോക്കോൾഡ് ഉന്നത വിഭാഗക്കാരും താഴ്ന്ന വിഭാഗക്കാരും എല്ലാവരും ഒരേ ലക്ഷ്യത്തിൽ അവിടെ വന്നിട്ട് മുങ്ങിയിട്ട് പോവുകയാണ്. ഈ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അതിലെ ഡൈവേഴ്സിറ്റിയിലെ യൂണിറ്റി എന്നൊക്കെ പറയുന്നതിന് കുംഭമേളയോളം മികച്ച ഒരു ഉദാഹരണം നമുക്കിവിടെ കാണിക്കാനുണ്ടോ? നമ്മൾ പറയുന്നത് കോടിക്കണക്കിന്, ഓൾമോസ്റ്റ് ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ ഒരു പകുതി ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത്ര ഫുട്ഫോൾസ് അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ആൾക്കാർക്ക് അവിടെ വരാമെങ്കിൽ അത് അസ്വസ്ഥതയാക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവരുടെ പ്രശ്നം വേറെയാണ്, അതിന് കൊടുക്കേണ്ടുന്ന മരുന്ന് വേറെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഈ പ്രാവശ്യം നടക്കുന്നത് മഹാകുംഭമാണ്. 144 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ആ മഹാപുണ്യ നിമിഷത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു നിയോഗമാണ്. ഒരു ഹിന്ദു വിശ്വാസിയെ, ഒരു സനാതന ധർമ്മ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നിയോഗവും ഭാഗ്യവുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും കുംഭമേളയ്ക്കെതിരായിക്കൊണ്ട്, ഒരു മതവിഭാഗത്തിൻ്റെ ആചാരങ്ങൾക്കെതിരായിക്കൊണ്ട്, രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ ഒക്കെ സ്പർദ്ധ ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൃത്യമായ മറുപടിയാണ് അങ്ങയുടെ ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ പോവാൻ കഴിയാത്ത ആളുകൾ പോകണം എന്നുള്ള വലിയ സന്ദേശം കൂടി ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.